Hi friends, Assalamualaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടപ്രഥമനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് അരിയടയാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റിലൊക്കെ വാങ്ങുന്ന ആ ചെറിയ അരിയടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ചധികം വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്പോൾ തന്നെ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ചൂടുവെള്ളത്തിലേക്ക് ഇടുന്നതുകൊണ്ട് കട്ടയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അത്രയും ചെയ്താൽ മതി. വിസിൽ കൂടുതൽ വരരുത്, പിന്നെ ഇതങ്ങോട്ട് വെന്ത് കലങ്ങി പായസം പോലെ ആയി പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് വിസിൽ വരെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് കൂടുതൽ വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ആ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം തിളച്ചപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചവ്വരി വേവിച്ചെടുക്കണ്ട. അപ്പോൾ വെള്ളം അങ്ങോട്ട് വറ്റിപ്പോകും കേട്ടോ. ചവ്വരി വേകുകയും ചെയ്യൂല. നമ്മൾ പുതിരാനൊന്നും ഇടാത്ത ചവ്വരി അങ്ങനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വറുത്തിട്ടും നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാൻ പറ്റും. ഇനി ഞാൻ മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് എടുക്കുന്നത്. ഞാൻ 350 ഗ്രാം ശർക്കര ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 250 ml കപ്പിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം കണ്ടോ, ഇത് അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. വെള്ളം കൂടുതൽ ശർക്കര പാനി എടുക്കരുത്. കുറച്ച് വെള്ളത്തിൽ നമ്മൾ ശർക്കര പാനി റെഡിയാക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പായസം തയ്യാറാക്കുമ്പോൾ കുറേ കുക്കിംഗ് ടൈമായിട്ട് വരും കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഒരു വിസിലൊക്കെ വന്ന പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ട് ഇത് ടാപ്പ് തുറന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുന്നത് ഇതിന് അത്യാവശ്യം നല്ല പശ ഉണ്ടാവും, നല്ല കട്ടിയായിട്ടുള്ള പശ ഉണ്ടാവും. അതൊന്ന് പോയി കിട്ടാനാണ് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് പായസം കഴിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുകയും ചെയ്യും, ഇങ്ങനെ വേറുവിട്ട് കടിക്കാൻ കിട്ടും. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിവിടെ വെള്ളം വാരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു പാത്രം, ഏത് പാത്രത്തിലാണ് പായസം തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അട ചേർത്ത് കൊടുക്കുക. അട ചേർത്തിട്ട് ഈ നെയ്യ് അടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ 1 മിനിറ്റോളം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അട തീരെ ഒട്ടുമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. ഈ നെയ്യൊക്കെ അടയുടെ എല്ലാ ഭാഗത്തും എത്തുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പായസം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമ്മളുടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അടപ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ മധുരം നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ശർക്കരയുടെ അളവ് കുറച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടിത് എന്താ പറയുക, നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവരി കൂടി ചേർത്ത് കൊടുക്കുന്നത്. ചവരിയിൽ വെള്ളം കൂടുതൽ മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഊറ്റി കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് കണ്ടോ, ശർക്കര പാനിയൊക്കെ ആ അടയിലേക്കും ചവരിലേക്കും നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3.5 കപ്പ് തേങ്ങാപ്പാലാണ്, 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാലെന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 1ാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2ാം പാൽ ഒരു 3.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നാലും ഒരുപാട് ലൂസായിട്ടുള്ള 2ാം പാൽ എടുക്കരുത് കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള 2ാം പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. 2ാം പാൽ ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അട ആയതുകൊണ്ട് ഇരിക്കുന്തോറും വീണ്ടും കുറുകി വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡ് അതിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡറാണ്. അത് എന്താ പറയുക, ഉണങ്ങിയ ഇഞ്ചി ഉണങ്ങിയിട്ടുണ്ടാവില്ലേ, ചുക്കുപൊടി, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചുക്കുപൊടി ചേർത്ത് കൊടുത്താൽ പായസത്തിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 1/4 കപ്പ് 1ാം പാല്, നല്ല കട്ടിപ്പാലാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പായസം ഇപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കുറച്ച് സമയം ഇരിക്കുന്നതനുസരിച്ചിട്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കുറുകി വരികയാണെങ്കിൽ ഒരല്പം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളമോ ലേശം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നല്ല കണ്ടോ ചെറിയൊരു ഇത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ഇതിലേക്കൊരു വറവ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന, കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ അധികം കുക്കിംഗ് ടൈം വരാതെ ചെയ്തെടുക്കാൻ പറ്റിയ, എളുപ്പം ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടപ്രഥമനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് കുറവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിവിടെ മൂപ്പിച്ചെടുക്കാം. കണ്ടോ ഇവിടെ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓണത്തിന് പായസങ്ങൾ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു പായസവും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുകൊണ്ടു. തീർച്ചയായിട്ടും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അറിയിക്കുക. അപ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആൾക്കാർക്ക് ആർക്കൊക്കെ ഇത് ഇത്ര ഇഷ്ടമായില്ല, നെഗറ്റീവായാലും പോസിറ്റീവായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പുതിയ കൂട്ടുകാരും ഉണ്ടെങ്കിൽ എല്ലാ പുതിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.